40 ഇയേഴ്സ് കഴിഞ്ഞവരോടാണ് കേട്ടോ. ആഹാരങ്ങൾ പുഴുങ്ങി കഴിക്കാൻ ശ്രമിക്കുക. ഡിന്നറായാലും നല്ലതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നല്ലതാണ്. ചേമ്പ്, മധുരക്കിഴങ്ങ്, ചേന, കാച്ചിൽ ഇവയെല്ലാം. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്: ചേമ്പും മധുരക്കിഴങ്ങും പഴവും, പിന്നെ പാലും മാത്രം. കുട്ടികളൊക്കെ ഉള്ളവർക്ക് വിചാരിക്കും ഇവരിത് കഴിക്കുമെന്ന്. ഇവർക്കും ഇഷ്ടമാണ്, ഇവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ. പഴം ഒരു സൈഡിലേക്ക് വെച്ചു. പഴം പെട്ടെന്നാവുന്നതുകൊണ്ട് പഴം എടുത്തു മാറ്റി. ബാക്കിയുള്ള ഇതാണിത്. ഞങ്ങളിവിടെ ചേമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പുഴുങ്ങുന്ന ഇഡ്ഡലിച്ചെമ്പിൻ്റെ തട്ടിൻ്റെ മേലെ എടുത്ത് വയ്ക്കും. എന്നിട്ട് വെള്ളത്തിലിട്ട് അങ്ങനെ പുഴുങ്ങാറില്ല. കപ്പ മാത്രമാണ് അങ്ങനെ പുഴുങ്ങുന്നത്. പേപ്പറിൽ നമ്മൾ കഴിക്കുന്ന ഇങ്ങനെ ആവി കയറ്റി കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. കുറച്ചൊക്കെ നമ്മൾ പ്രകൃതിയോട് അടുത്ത് ജീവിച്ചാൽ ആരോഗ്യം കുറച്ച് കൂടാൻ നമുക്കത് സഹായകമാകും. മുള്ളാത്ത പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെച്ചതാണ്. ഏകദേശം പഴുത്തു തുടങ്ങി. ഇത് സപ്പോട്ടയാണ്. നമുക്കിവിടെ ഉണ്ടായ ചേമ്പാണ്. മധുരക്കിഴങ്ങും ഞാനിങ്ങനെ ഒരു കൊട്ടയിലിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ആവശ്യ സമയത്ത് എടുക്കാമല്ലോ. ഓരോ കഷ്ണം പുട്ടും ഉണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത പുട്ടുപൊടി. കിടക്കാച്ചി ചാവക്കാടൻ തെങ്ങിൻ്റെ തേങ്ങയാണ്. ഇതാണ് ആവി പറക്കണ സ്മോൾ മില്ലറ്റ് പുട്ട്. സ്റ്റീം മേലേക്ക് പോണ നോക്ക്. സ്റ്റീം പോകുന്നുണ്ടോ? അടുക്കളയിലെല്ലാ അമ്മമാരും ഓടുന്നത് ഈ സമയത്തായിരിക്കും, പാല് പൊന്തി വരുമ്പോൾ. ഇതെന്താ ഇപ്പം കഴിക്കണേ? സ്വീറ്റ് പൊട്ടറ്റോ. നിങ്ങൾ